നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്, ശനിയാഴ്ച. ഞാൻ ഒരു പാചക റെസിപ്പിയൊക്കെ ആയിട്ട് പാചകം ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു സാധനം. ഓണക്കാലമൊക്കെ അല്ലേ. ഓണത്തിന് നമ്മൾ പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ, എന്തായാലും മസ്റ്റായിട്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായിട്ട് ഓണത്തിന് കാളൻ, ഓലൻ, എരിശ്ശേരി, സാമ്പാർ, അവിയൽ, പച്ചടി, കിച്ചടി, കൂട്ടുകറി, എന്തിനു പറയണോ, പുളിയിഞ്ചി, ഇഞ്ചിത്തൈര്, നാരങ്ങ, മാങ്ങാക്കറി. കടുമാങ്ങ സാധാരണ ഭരണി പൊട്ടിക്കുക ഓണത്തിന്. മാങ്ങ നേരത്തെ കൂട്ടി വെച്ചിട്ട് ഒരു 5-6 മാസം അതങ്ങനെ ഭരണിയിലിരുന്ന് മുളകും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല യോജിപ്പായിട്ട് കർക്കടകം കഴിഞ്ഞിട്ടാണ് കടുമാങ്ങ ഭരണി പൊളിക്കുക എന്ന് പറയും. പൊളിക്കുക വെച്ചാൽ പണ്ട് മണ്ണൊക്കെ പൊത്തിയാണ് സൂക്ഷിച്ച് വയ്ക്കാറ്, കാറ്റ് കയറാതെ. ഇപ്പോൾ ടേപ്പ് ഒട്ടിക്കലൊക്കെ മതിയല്ലോ, പൊളിക്കാനൊക്കെ എളുപ്പമാണ്. ആ ടേപ്പ് പിടിച്ച് ഒരു വലിച്ചാൽ എല്ലാ ടേപ്പും പോകും. പിന്നെ വീണ്ടും അടയ്ക്കുമ്പോൾ ടേപ്പ് വീണ്ടും ഒട്ടിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. എന്നാലും കർക്കിടക മാസം കഴിഞ്ഞിട്ട് തന്നെയാണ് മാങ്ങ ഭരണി പൊട്ടിക്കുക. പിന്നെ കാളൻ, കുറുക്ക് കാളൻ വയ്ക്കും. ഓണത്തിൻ്റെ കാളൻ ബഹുവിശേഷം. അതെങ്ങനെ ഇരിക്കുന്നറിയാമോ? തലേദിവസം ഉത്രാടത്തുനാൾ തന്നെ കാളൻ വച്ച് ഭരണിയിലാക്കി വയ്ക്കും. എന്നിട്ട് എല്ലാ ദിവസത്തേക്കും ഇങ്ങനെ കുറേശ്ശെ ഓരോ പാത്രത്തിലേക്ക് എടുക്കും, എന്നിട്ടാണ് വിളമ്പുക. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കണ്ടിരുന്നു. ഒരുപാടുണ്ടാക്കും, ധാരാളം ഉണ്ടാക്കും ഭരണിയിൽ. വിശേഷാൽ ചിലർക്കൊക്കെ അങ്ങനെ ഈ മറ്റുള്ളവർക്ക് അവിടെ ജോലിക്കൊക്കെ വരാറുള്ളവർക്ക് ഒക്കെ ഒരു പകർച്ച കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ പതിവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ പാത്രങ്ങളിലേക്ക് എടുത്തിട്ടാണ് അവർക്കൊക്കെ കൊടുക്കണം കാണാറ്. എന്നിട്ട് ഗംഭീരമായിട്ട് ഭരണിയിൽ വാക്കെട്ടി വയ്ക്കും, ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാളനിങ്ങനെ കുറച്ച് പഴകും തോറും ആദ്യത്തെ ദിവസത്തേലും സ്വാദ്, രണ്ടാമത്തെ ദിവസം അതിലും സ്വാദ്, മൂന്നാമത്തെ ദിവസം. എന്തായാലും ഓണക്കാലം 4 ദിവസം കാളൻ നിർബന്ധമായിട്ടും ഉണ്ടാകും. അങ്ങനെയാണ് പതിവ്. ഞാൻ ഇന്ന് ഓണത്തിന് മുൻപുള്ളൊരു കാളൻ, നമ്മൾ ഓണത്തിന് ഇനിയിപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ എല്ലാവരും കാളം വയ്ക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അതെങ്ങനെ ഇപ്പോൾ എല്ലാവരും വയ്ക്കുമോ എന്നൊന്നും അറിയില്ലല്ലോ. എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ ഒരു കാളം വച്ചിട്ടുണ്ടെന്ന്. അതിന് വേണ്ടതായ റെസിപ്പി എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഏത്തക്കായ തൊണ്ട് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി നോക്കുക, ചേന തൊണ്ട് കളഞ്ഞ കഷ്ണം, ഏത്തക്കായ, ചേന കഴുകി വാരി പാത്രത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ കാളന് ഒരു വിശേഷതയുണ്ട്, കുറുക്ക് കാളൻ എന്നാണ് പറയുക. തൃശ്ശൂർ ഭാഗത്തൊക്കെ കുറുക്ക് കാളന് വളരെ പ്രാധാന്യം, സദ്യക്ക് വളരെ നിർബന്ധം. ഈ കുറുക്ക് കാളന് കൊല്ലമുളക്, ചുമന്ന മുളക് എന്ന് പറയുന്ന ആ മുളക് ചേർക്കാറേയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റൈല്. അപ്പം ഞാൻ വയ്ക്കുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ പറയാൻ പോണത്. കഷ്ണമൊക്കെ കഴുകി വാരി പാത്രത്തിൽ വയ്ക്കുക. പാത്രം വയ്ക്കാനുള്ള പാത്രം കൽച്ചട്ടിയാണ് പണ്ടൊക്കെ പതിവ്, അതിലങ്ങനെ അസലായിട്ട് വേണം. ഇപ്പൊക്കെ കുക്കറിൽ വിസിലടിക്കുകയല്ലേ, കുക്കറിലെങ്കിൽ കുക്കർ. ആ കഷ്ണം, ഈ കഷ്ണത്തിൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുരുമുളക് അരയ്ക്കും, വെള്ളം ചേർത്ത് അരയ്ക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നല്ലോണം ഒരു ചുമന്ന മുളക് കൂട്ടാത്തതിൻ്റെ അത്ര പകരമായിട്ട് കുരുമുളകിൻ്റെ കുത്തു നിൽക്കരുത്. പിന്നെ ചേരണ മുളക് പച്ചമുളക്. അപ്പോൾ ഒരു സ്പൂൺ 2 സ്പൂൺ കുരുമുളക് അരയ്ക്കും. അരച്ചിട്ട് അത് വെള്ളത്തിൽ കലക്കും. വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ തെളി ഊറ്റിയിടുകയോ ഇല്ലെങ്കിൽ അരിച്ചെടുക്കുകയോ ചെയ്യും. ആ വെള്ളത്തിലാണ് ഈ കഷ്ണം ഇട്ട് വേവിക്കണത്. കുക്കറിലാണെങ്കിൽ അതിലേക്ക് ഒഴിക്കും. കുരുമുളക് വറുത്ത് അതിൻ്റെ തരങ്ങും കാര്യങ്ങളൊന്നുമില്ല, സ്വാദ് എരിവും മാത്രമേ വരുള്ളൂ. അപ്പോൾ ആ കുരുമുളകിൻ്റെ അരിച്ചെടുത്തിട്ടുള്ള വെള്ളത്തിൽ കഷ്ണം ഇട്ട് നികക്കെ വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇടും, ഉപ്പും, എന്നിട്ട് ചേർത്ത് അസലായിട്ട് അത് വേവിക്കും. വെന്ത് കഴിഞ്ഞതിലേക്ക് പച്ചമുളക്, ജീരകം, പച്ച തേങ്ങ, ഒരു മുറി തേങ്ങ ചിരട്ടിയത്, ഞാനൊരു മുറിക്കുള്ളതേ ഇന്നുണ്ടാക്കിയിട്ടുള്ളൂ. ആ ഒരു മുറി തേങ്ങ ചിരണ്ടിയതും ഒരു 5-6 പച്ചമുളക് കൊടുക്കുക, നല്ലോണം ഒരു ചെറിയ സ്പൂൺ ജീരകവും ഇതങ്ങോട്ട് ചേർത്ത് അസലായിട്ട് അങ്ങോട്ട് അരയ്ക്കുക. ഈ വെന്ത കഷ്ണം ഉണ്ടല്ലോ,
കുരുമുളക് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വെന്ത കഷ്ണത്തിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഒഴിക്കുക. ഈ അരപ്പിന് വെള്ളം സാധാരണ ഉപയോഗിക്കാറില്ല, കട്ട തൈര് തന്നെ ചേർത്താണ് അരയ്ക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കണ തൈര് സാമാന്യം നല്ല പുളിയായിട്ടുള്ള തൈര് വെറുതെ കടകോലിക്കൊന്ന് കടയുക. വെണ്ണയൊന്നും മാറ്റില്ല, വെണ്ണ മാറ്റാതെ കടകോലിക്കൊന്ന് കടഞ്ഞിട്ട് ഈ അരപ്പ് ചേർത്ത് നല്ലോണം അങ്ങോട്ട് തിളച്ച് വെള്ളം വറ്റ കണ്ട ആകുമ്പോൾ ഈ മോരങ്ങോട്ട് ഒഴിക്കുക. മോരൊഴിച്ചിട്ട് പിന്നെ വെള്ളമൊഴിക്കാത്ത മോരാണ്, എന്നിരുന്നാലും അത് കുറച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളം പോലെ ആവും. എന്നിട്ട് അതിങ്ങനെ ഇളക്കി ഏതാണ്ട് തിളച്ചൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഉലുവ, വറുത്ത് പൊടിച്ച ഉലുവ പൊടിയിടും. അസലായിട്ട് നല്ലോണം തിളച്ചിങ്ങനെ ഇതായിട്ട് വരുമ്പോൾ ഏതാണ്ട് കുറുകാനായിട്ട് തുടങ്ങണ സമയത്ത് എന്ത് ചെയ്യും, വേറെ ഒരു ചീൻചട്ടിയിൽ അസലായിട്ടൊന്ന് വറുത്തിടും. ഇത്തിരി കൂടുതൽ ഒഴിക്കും കേട്ടോ വെളിച്ചെണ്ണ. നല്ലോണം കടുക് അങ്ങനെ ഇടയ്ക്ക് കാണണം. ഒരു 3 സ്പൂൺ കടുകൊക്കെ അങ്ങോട്ട് ഇടും. 3 സ്പൂൺ, വലിയ സ്പൂണല്ല, ഞാൻ ചെറിയ സ്പൂണാണ് ഉദ്ദേശിച്ചത്. 3 സ്പൂൺ. മുളക് എപ്പോഴും തൊപ്പി കളഞ്ഞ് മുഴുവനോടെയാണ് വറുത്തിടുക. കറിവേപ്പിലയും ചേർക്കും. വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞ് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ കൂടെ മുളകിട്ടൊന്ന് ഇളക്കും. അതിൻ്റെ പിന്നാലെ കറിവേപ്പിലയും നല്ലോണം ഇട്ട് ഇളക്കും. എല്ലാം കൂടി മൂത്ത് കഴിയുമ്പോൾ അത് നിർത്തി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന കാളനിലേക്ക് അങ്ങോട്ട് ഒഴിക്കും. ഒരു 2 തവിയും കൂടി ചിഞ്ചട്ടിയിൽ ഒഴിച്ച് അത് ചിറ്റിച്ചേച്ച് അങ്ങോട്ട് ഒഴിക്കും. പിന്നെ അതവിടെ കിടന്നിട്ടോ നമ്മൾ വറ്റുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു തുള്ളി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഒഴിച്ചിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം. എന്താ പുളി, ഉപ്പ്, മുളകൊക്കെ എങ്ങനെ നിൽക്കുന്നു. അപ്പോൾ സാധാരണഗതിയിൽ പുളിയാണ്, മോരിൻ്റെ പുളി ഇത്തിരി കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ അത് ചമ്മിക്ക എരിവെല്ലാം കൂടി ആകുമ്പോൾ ഒരു ശക്കലം ശർക്കര അല്പേ വേണ്ടു കേട്ടോ, വലിയ ഉണ്ടൊന്നും വേണ്ട. അച്ചുബെല്ലം, തൃശ്ശൂർ ഭാഗത്തൊക്കെ ആണെങ്കിൽ അച്ചുബെല്ലം എന്ന് പറയാം, അതിൻ്റെ പകുതി ഒരു അച്ചുബെല്ലം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇടും. അതും കൂടി അങ്ങോട്ട് ചേർന്ന് ഭംഗിയായിട്ട് അങ്ങോട്ട് തിളച്ച് വറ്റി കുറുകി കുറുക്ക് കാളൻ്റെ പാകത്തിനാവുമ്പോൾ അടച്ചവിടെ വയ്ക്കുക. ചൂടാറിയിട്ട് നല്ല പാത്രത്തിലേക്ക് ആക്കുക. ഇങ്ങനെയാണ് കുറുക്ക് കാളൻ എൻ്റെ സ്റ്റൈലിൽ, ഞാൻ കണ്ടിരിക്കുന്ന സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. ഞാൻ എന്നുണ്ടാക്കിയിട്ടുണ്ട് കുറുക്ക് കാളൻ. ഓണത്തിന് മുമ്പൊരു കുറുക്ക് കാളനാവട്ടെ, ആ ഓണത്തിന് നമുക്ക് കാളൻ വേറെ വയ്ക്കാം. ഇതാണ് കുറുക്ക് കാളൻ. നോക്കൂ, ഞാനിത് തലതിരിച്ചാണോ കാണിച്ചു തന്നത്? അതെ, അതിൽ കുത്തി നിർത്തിക്കുന്നത് വേറെ ഒന്നുമല്ല, ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണ്ടി നമുക്ക് വീതി കുറഞ്ഞൊരു പച്ചമാങ്ങ വെറുതെ കുത്തി നിർത്താം. ഞാനെടുത്ത് കളയുകയും ചെയ്യും കേട്ടോ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇപ്പം ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് കുറുക്ക് കാളൻ. ഒരു കറിവേപ്പിൻ്റെ തണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. കുറുക്ക് കാളൻ, ഓണത്തിന് മുൻപൊരു കുറുക്ക് കാളൻ. ഓണത്തിന് നമ്മൾ എന്തായാലും കുറുക്ക് കാളൻ വയ്ക്കും എന്നുള്ള കാര്യമൊന്നും ഇപ്പം ഈ സ്റ്റൈലിലാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നല്ലത് തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിധത്തിലൊന്നും ഉണ്ടാക്കി നോക്കൂ. ഈ കുരുമുളകിനൊരു വേവ് ഉണ്ട്. അതാണ് കുരുമുളക് ആദ്യം തന്നെ കുരുമുളകിൽ കിടന്ന് ഈ കഷ്ണം വേവണം. കുരുമുളകിൻ്റെ വേവ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്നിട്ട് അസലായിട്ട് കഷ്ണം വേവണം. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ജീരകവും പച്ചമുളകും തേങ്ങ അരച്ചു കൂട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പുളിച്ച മോരോ തൈരിനെ ഒന്ന് പിടപ്പിച്ചേച്ച് ഒന്ന് കലക്കി വെച്ച് അങ്ങോട്ട് ഒഴിക്കും. അതാണ് അത് വറ്റി കുറുകി എന്നിട്ടും പിന്നെ ഇങ്ങനെ വറ്റണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ആ ഇളക്കുന്നത് തവി കൊണ്ടല്ല കേട്ടോ നല്ലത്, ചട്ടകം കൊണ്ടുള്ള ഇളക്കുന്നതാണ്. കാരണം ഈ ചേനയുടെയും കായയുടെയും കഷ്ണമൊക്കെ അങ്ങോട്ട് ഉടഞ്ഞ് തലഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് തവി കൊണ്ട് ഇളക്കുകയാണെങ്കിൽ. ചട്ടുകാണെങ്കിൽ ഇപ്പം നമ്മൾ പായസം ഇളക്കുന്നത് പോലെയാണ് ഈ കുറുക്ക് കാളൻ. ഒന്നുകിൽ വലിയ ചീഞ്ചട്ടിയിൽ അല്ലെങ്കിൽ ഉരുളിയിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ഓട്ടുരുളിയൊക്കെ ആണെങ്കിൽ അതിലങ്ങോട്ട് കാളൻ വയ്ക്കും.
അസലായിട്ട് പായസം ഇളക്കണ പോലെയാണ് കാളൻ വറ്റാൻ നേരത്ത് അങ്ങനെ ഇളക്കാൻ. അടി പിടിക്കാനേ പാടില്ല, അപ്പം കങ്ങൻ ചുവയ്ക്കും, കരിഞ്ഞ സ്വാദാവും. അടി പിടിക്കാണ്ട് വറ്റി കുറുകി കാളൻ്റെ പാകമാവുമ്പോൾ അടച്ചവിടെ വയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ ഇരുന്ന് വറ്റി അടുപ്പിൻ്റെ അവിടെ പതുക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വറ്റി കുറുകി കുറുകി നല്ല സ്റ്റൈലായിട്ട് വരും. അതാണ് കുറുക്ക് കാളൻ. ഒരു സ്പൂൺ മതി, നല്ല സ്ട്രോങ് സാധനം. അതേ കണ്ടോ, കുറുക്ക് കാളൻ. അപ്പം ഇന്നത്തെ എൻ്റെ പാചക രീതിയിൽ ഞാൻ ഇന്ന് സമർപ്പിക്കുന്ന പാചകം കുറുക്ക് കാളൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഈ വിധത്തിൽ നല്ല സ്വാദായിരിക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.